ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച് വെച്ച മീൻ കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പരവ മീൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇടാനായിട്ട് ഒരു മുരിങ്ങയ്ക്കായ്, 2 തണ്ട് കറിവേപ്പില, ഒരു പച്ചമുളക്, ഒരു 4 പീസ് മാങ്ങ നീളത്തിലരിഞ്ഞത്, 1 കപ്പ് തേങ്ങ, ഒരു നാരങ്ങ വലിപ്പത്തില് വാളൻപുളി എടുത്തതാണ്. ഇത് കുറച്ച് വെള്ളത്തിൽ കുതിർത്തെടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിയും 1 ടേബിൾ സ്പൂണ് എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 5 ചുവന്നുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയാണ് ഇതിന് വേണ്ടത്. ഈ മിക്സിയുടെ ജാറിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചുവന്നുള്ളി, ഇതിത്രയും ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ അരച്ചെടുത്തതാണ്. മീൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ അരച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമാങ്ങ ഇട്ട് കൊടുക്കാം. ഈ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കായി ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പാത്രം മൂടി വയ്ക്കാം. ഇതിവിടെ ആയോ നോക്കാം. ഇതിപ്പോൾ മാങ്ങയും മുരിങ്ങയ്ക്കൊക്കെ കിടന്ന് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പരവമീൻ ഇട്ട് കൊടുക്കാം. മീനിട്ട ശേഷം ഇത് ഒരുപാട് വേവിക്കേണ്ട കാര്യമില്ല. പരവ മീൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിവിടെ കറി ആയിട്ടുണ്ടോ നോക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. മാങ്ങയും മുരിങ്ങയ്ക്കയും ഇട്ട തേങ്ങ അരച്ച മീൻകറി ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.